ഈ അരി നമ്മുടെ വീട്ടിലെടുക്കാണ്ടാവില്ലേ? ഞാൻ കുറേ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇൻഷാല്ലാ എന്ന് പറഞ്ഞ ഒരൊറ്റ പിടി അരി ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കൈക്കുമ്പിൽ തന്നെ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന പിടി മതി, കുറേ വാരി എടുക്കാമെന്നല്ല, എത്രയാണോ എടുക്കുന്നത് അത് എടുത്തിട്ട് നിങ്ങൾ ആ അരിയിലേക്ക് 111 തവണ, എത്ര? 111 തവണ യാ ഗനിയു എന്ന ദിക്ർ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഗനിയു എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കാം 111 തവണ. രണ്ടാമത് 112 തവണ യാ മുഗനി എന്ന ഇസ്മു ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം, യാ മുഗനി 112 കേട്ടോ. മൂന്നാമത് യാ ബാസിത്തു എന്ന ഇസ്മു ചൊല്ലിയിട്ട് 113 തവണ മന്ത്രിക്കാം. അപ്പം 111, 112, 113 അങ്ങനത്തെ കണക്കിലാണ് പോകുന്നത്. യാ ഗനിയു, യാ മുഗനി, യാ ബാസിത്തു. നാലാമത്തത് 114 തവണ യാ മാലിക്കൽ മുൽക്ക് എന്ന ഇസ്മു ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം, യാ മാലിക്കൽ മുൽക്ക് എന്ന ഇസ്മു. അഞ്ചാമത് യാദൽ ജലാലി വല്ലിക്രാം എന്ന ഇസ്മു ചൊല്ലിയിട്ട് 115 തവണയും മന്ത്രിക്കാം. അപ്പോൾ എത്ര? യാ ഗനിയു, യാ മുഗനി, യാ ബാസിത്തു, യാ മാലിക്കൽ മുൽക്ക്, യാദൽ ജലാലി വല്ലിക്രാം. 111, 112, 113, 114, 115 ഈ കണക്കനുസരിച്ച് ഈ 5 ഇസ്മുകൾ ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം. അപ്പോൾ ഇത് ചൊല്ലുന്ന അത്രയും സമയം ഈ അരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നാണോ? അല്ല, മറിച്ച് നമ്മൾ എടുക്കുന്ന പിടി ഒരു പിടി